ലൂക്കാച്ചൻ, ഇരു ഭരണകക്ഷികളോടും അടുപ്പമുള്ളയാൾ. കഴിഞ്ഞ സർക്കാരും ഒന്നും ചെയ്തില്ല, ഈ സർക്കാരും ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ശശി തരൂർ, പാലക്കാട്ടുള്ള 3 നായന്മാർ ബിനാമികൾ എന്ന നിലയിൽ അവിടെ റിസോർട്ട് നടത്തുന്നു. റിസോർട്ടിന്റെ പേര് ദേശാടൻ. കെ എം മാണിയുടെ ബന്ധു പുതുതായി ഒരു റിസോർട്ട് തുടങ്ങിയിരിക്കുന്നു, ടോൾ ട്രീസ്. എല്ലാം കുഴപ്പം പിടിച്ചതാണ് എന്നാണ് അശോക് കുമാർ സിംഗിന്റെ റിപ്പോർട്ടിലുള്ളത്. അശോക് കുമാർ സിംഗിന്റെ റിപ്പോർട്ടിന്റെ ആധികാരികത ഹൈക്കോടതി അംഗീകരിച്ചിട്ടുള്ളതാണ്. പിടിക്കുമോ? വരട്ടെ. ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ കക്ഷി നില വെച്ചുകൊണ്ട്. കെ എം മാണി, പി ജെ ജോസഫ്, ശക്തരാണല്ലോ രണ്ടുപേരും. മൂന്നാർ ടൗണിൽ ഒറ്റ ബാറേ ഉള്ളൂ, അത് പി ജെ ജോസഫിന്റെ സഹോദരി ഭർത്താവിൻ്റെതാണ്. എങ്ങനെ വന്നു? കെ എം മാണിയുടെ ബന്ധുക്കൾക്ക് ഹിൽ വ്യൂ, അതുപോലെ തന്നെ സിൽവർ ടിപ്സ്, അതുപോലെ ഹോളിഡേ ഇൻ, പിന്നെ കഴിഞ്ഞ സർക്കാർ ഇടിച്ചു പൊളിച്ച ക്ലൗഡ് 9, എല്ലാം ഇങ്ങനെ തലയുയർത്തി നിൽക്കുകയാണ്. എനിക്കൊരു കാര്യം അറിയാനുണ്ട്. മൂന്നാറിൽ 71 നിയമപ്രകാരം ഈ പറയുന്ന ഭൂമി ഒന്ന് ടാറ്റയ്ക്ക് പാട്ടത്തിന് നൽകിയിരിക്കുന്നത്, ഒന്ന് ഭൂരഹിതർക്ക് നൽകാൻ സർക്കാർ വശം വെച്ചിരിക്കുന്നത്. അവിടെ ഒരു റിസോർട്ട് നിർമ്മിക്കാൻ കഴിയുമോ ആർക്കെങ്കിലും? സാധ്യമല്ല. കെ എം മാണിയുടെ മരുമകന്റെ 4 റിസോർട്ട് അവിടെ ഉണ്ട്. ഒന്ന് ഇടിച്ചു പൊളിച്ചു, 3 മാണിയുടെ ബന്ധുക്കളുടെ അനധികൃത നിർമ്മാണമെന്ന് ശ്രീ തിരുവഞ്ചൂർ എന്റെ മുന്നിൽ നിന്ന് സമ്മതിക്കുന്നു. അതെനിക്കറിയില്ല, എന്റെ ശ്രദ്ധയിൽ ഇതേവരെ ശ്രദ്ധയിൽ അത് വന്നിട്ടില്ല ഈ രൂപത്തിൽ. മൂന്നാറിൽ റിസോർട്ട് നിർമ്മിക്കാൻ കഴിയുമോ? മൂന്നാറിൽ ചില റിസോർട്ടുകൾ ഉയർന്നു, ഞങ്ങൾ തന്നെ ചിലതിന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുണ്ടല്ലോ. മൂന്നാറിൽ റിസോർട്ട് നിർമ്മിക്കാൻ കഴിയുമോ 71 നിയമപ്രകാരം? അല്പം മുൻപ് താങ്കൾ പറ്റില്ല എന്ന് പറഞ്ഞു, മാറ്റി പറയരുത്. കേൾക്കോ, ഞാൻ മാറ്റി പറയുന്ന പ്രശ്നമല്ല. നമുക്ക് അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചെടുത്ത് അത് സംരക്ഷിക്കാൻ കഴിയുക. പക്ഷേ അന്യാധീനപ്പെട്ടൊരു സാഹചര്യമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ആരോ അത് അന്യാധീനപ്പെടുത്തി, അവരുടെ മേൽ നിയമ നടപടി എടുക്കാൻ കഴിയും. എന്തേ അവിടെ എത്തുമ്പോൾ തിരുവഞ്ചൂരിന്റെ കൈകൾ വിറയ്ക്കുന്നു? കുമാർ ഭൂരഹിതനാണോ? എന്നോട് പേഴ്സണലായിട്ടുള്ള ചോദ്യം ചോദിക്കരുത്. വൈത്തിരിയിലും ബത്തേരിയിലും അദ്ദേഹത്തിന് സ്ഥലമുണ്ട്. അദ്ദേഹത്തിന്റെ ആസ്തി എത്രയാണ്? ഏറ്റവും ഒടുവിൽ അദ്ദേഹം മത്സരിക്കാൻ നിൽക്കുമ്പോൾ ആസ്തി വിശദീകരിക്കണമല്ലോ. 6 കോടി, അതിനേക്കാളൊക്കെ വളരെ കൂടുതലുണ്ടാകും. അറിയിച്ചിരിക്കുന്നത് 6 കോടി. മാത്രവുമല്ല, ഈ കൃഷ്ണഗിരിയിലെ 16 ഏക്കർ അദ്ദേഹത്തിന്റെ സ്വന്തം ഭൂമിയായി പറഞ്ഞിരിക്കുകയുമാണ്. ഞാൻ ആ കേസിന്റെ മെറിറ്റ് നോക്കിയിട്ടില്ല. ഇതുപോലെ തന്നെ താങ്കൾ പറയുകയുണ്ടായി, അവിടെ ഹെലിപ്പാഡ് നിർമ്മിക്കാനുള്ള സംവിധാനങ്ങൾ വരെ ഒരുക്കപ്പെട്ടിരിക്കുന്നു. അവിടെ 3 മീറ്റർ വീതി, 1 കിലോമീറ്റർ നീളമുള്ള റോഡ് വന്നിരിക്കുന്നു. അവിടെ ടാർ റോഡ് വന്നിരിക്കുന്നു. അവിടെ ആരും കടന്നു പോകാതിരിക്കുവാൻ വേണ്ടി പ്രത്യേക ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നു. ചിന്നക്കനാലിൽ 1000കണക്കിന് ഏക്കർ ഭൂമി അന്യാധീനപ്പെട്ടു പോയിരിക്കുന്നു. അങ്ങനെ അത് കയ്യേറി നിൽക്കുന്ന ഒരു കുടുംബമാണ് അതിന്റെ പിന്നിൽ. താങ്കൾക്കറിയുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവിടെ ഒന്ന് മുറുകെ പിടിച്ചാൽ ഇവരെ പിടിക്കാൻ കഴിയും. കാരണം അതിലൊരു പിടിവള്ളിയുണ്ട്, ഒരു റോഡ്. പഞ്ചായത്തിന്റെ തുക, തനത് ഫണ്ടിൽ നിന്ന് 27 ലക്ഷം കൊടുത്ത് നിർമ്മിച്ചിരിക്കുന്ന റോഡ്. പിടിക്കണം ശ്രീ തിരുവഞ്ചൂർ.